Hi friends, Assalamu alaikum. Welcome back to my channel, thahisbakeworld. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്മസ് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഗ്ലാസ് കുക്കീസാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ കുക്കീസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ബട്ടർ, വാനില എസൻസ്, ഇവയൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ ഈ പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മൈദയും കോൺഫ്ലോറും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ, ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതലങ്ങ് അലിഞ്ഞും പോകരുത്. ഇതിങ്ങനെ ഒരു എഗ് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ബട്ടർ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം രൂപത്തിലേക്കാക്കി എടുക്കണം. പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റർ ഓണാക്കാതെ തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബട്ടറും പഞ്ചസാരയും ചെറുതായി ഒന്ന് യോജിച്ച് പിന്നെ ബീറ്റർ ഓണാക്കിയാൽ തന്നെ പഞ്ചസാര പുറത്തേക്ക് തെറിച്ച് പോവുകയൊന്നും ചെയ്യില്ല. പഞ്ചസാരയും ബട്ടറൊക്കെ നന്നായി യോജിച്ചിവിടെ നല്ലൊരു ക്രീം ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബട്ടറിലും പഞ്ചസാരയിലും എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കേടലായിട്ട് വരുന്നത് പോലെ തോന്നാം, ഒരു പിരിഞ്ഞു പോയതുപോലെ തോന്നാം. അതൊഴിവാക്കാനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് ഇതിലേക്ക് ചേർത്ത് അതിനുശേഷം മുട്ടയും ബട്ടറും കൂടെ യോജിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പിരിഞ്ഞു പോകാതെ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ വരും. നന്നായി ഇങ്ങനെ ബീറ്റ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്തത് ചേർത്ത് ഇങ്ങനെ ബീറ്റർ ഓണാക്കാതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് സാവധാനം ഒന്ന് ബീറ്റർ ഓൺ ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മൈദ ഇട്ട ഉടനെ തന്നെ ബീറ്റർ ഓണാക്കി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറേ മൈദയ്ക്ക് പുറത്തേക്ക് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടറും മൈദയൊക്കെ കൂടി ഒന്ന് മിക്സായി ഒരു ക്രംസ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് തന്നെയാണിത്. ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഗ്ലാസ് പേപ്പർ എടുത്ത്
ടേബിളിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മാവ് വെച്ച് കൈകൊണ്ടൊന്നിങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഗ്ലാസ് പേപ്പർ ഒന്ന് മടക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഒന്നിങ്ങനെ പരത്തിയെടുക്കണം. ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഹാർഡായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഒന്ന് പരത്തി സോഫ്റ്റാക്കി എടുക്കാം. മാവിൻ്റെ മുകളിലും ഗ്ലാസ് പേപ്പർ ഇട്ട് പരത്തുന്നതുകൊണ്ട് റോളറിനൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള കട്ടർ ഉപയോഗിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റാർസും ക്രിസ്മസ് ട്രീയും ജിഞ്ചറൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വലിയ ഫ്ലവേഴ്സും കുറച്ച് വലിയ സ്റ്റാർസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ വലിയ ഹാർട്ട് ഷേപ്പ്, പിന്നെ ഒരു വലിയ സർക്കിള്. ഇനി ഇങ്ങനെ ഒരു ബേക്കിംഗ് ഷീറ്റ് എടുത്ത് വെക്കാം. ഇങ്ങനെയുള്ള ബേക്കിംഗ് ഷീറ്റിലാണ് ഞാൻ ഇന്നത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കുക്കീസിനൊക്കെ ബട്ടർ പേപ്പറിനേക്കാളും ഉപയോഗിക്കാൻ എളുപ്പം ഇങ്ങനെയുള്ള ഷീറ്റാണ്, ബേക്കിംഗ് ഷീറ്റാണ്. ഒട്ടും തന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ച് പോകുന്നില്ല കുക്കീസൊന്നും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും എടുത്ത് വെക്കാം. ഇനി ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഓരോ ചെറിയ കട്ടിങ്സും കൂടി കൊടുക്കണം. അതിനായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലേക്ക് ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിലുള്ള ഒരു കട്ടറാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ആ ഫ്ലവറിലേക്ക് ഒരു ഫ്ലവർ ഷേപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാർസിലേക്ക് ഒരു ചെറിയ സ്റ്റാറാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഹേർട്ട് ഷേപ്പിലേക്ക് ചെറിയൊരു ഹേർട്ട് ഷേപ്പും. ഇനി ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. കട്ടറൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അല്ലേ അതിൽ നിന്ന് നല്ലൊരു ക്രിസ്മസ് ട്രീൻ്റെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനത്തെ ക്യാൻഡീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഹാർഡായിട്ടുള്ള ക്യാൻഡിയാണ്. ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 കളേഴ്സിലുള്ള ക്യാൻഡീസാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഓരോന്നിൻ്റെയും സെൻറ്ററിലേക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ള ക്യാൻഡീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്രിസ്മസ് ട്രീക്ക് ഗ്രീനാണ് കൊടുക്കുന്നത്. ഞാൻ എല്ലാ കട്ടിങ്സിലേക്കും ഓരോ കളേഴ്സായിട്ട് പൊടിച്ച ക്യാൻഡി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ഓവനിൽ ഏകദേശം കുക്കീസ് റെഡി ആയി വരുന്നുണ്ട്. കുക്കീസൊക്കെ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്ത് പുറത്തെടുത്ത് ഉടനെ തന്നെ കുക്കീസ് ഷീറ്റിൽ നിന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കരുത്. ക്യാൻഡീസൊക്കെ ഒന്ന് തണുത്ത് സെറ്റായതിന് ശേഷം മാത്രമേ ഷീറ്റിൽ നിന്ന് ഇതെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു
1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ക്യാൻഡീസൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ഷീറ്റിൽ നിന്ന് എടുത്തു മാറ്റാം. എടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഷീറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇളകി വരും. കണ്ടില്ലേ, കുക്കീസിൻ്റെ സെൻറ്ററിൽ നല്ല ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ അടിപൊളി കുക്കീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.